ഈ നിസ്കാരവും ഈ സക്കാത്തും ഈ സദഖയും ഈ നോമ്പും ഇതെല്ലാം പഠിച്ച് തഹസീലായ മനുഷ്യനാണ് ആര്? അബൂബക്കർ. എന്നിട്ട് ചോദിക്കാണ്, എന്ത് അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലൈക യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാ? അപ്പോൾ പറഞ്ഞു, അന്നളു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. ആ മുഖത്തേക്ക് നോക്കാൻ, ആയുസ് മുഴുവൻ നിങ്ങളെ മുഖത്തേക്ക് നോക്കുക, നിങ്ങളെ മുഖത്തേക്ക് നോക്കന്നെ, നിങ്ങൾ നോക്കന്നെ, നിങ്ങൾ പിന്നെ നോക്കന്നെ. നോക്കി പൂതി തീരാത്തവരുണ്ട്, നോക്കാത്തവരുണ്ട്. സ്വഹാബികളുടെ കൂട്ടത്തിൽ നോക്കാത്തവരുണ്ട്. അനസ് അങ്ങനെയാ, അനസ് നോക്കിയില്ല. സിദ്ദീഖ് പറഞ്ഞു, എനിക്ക് അതന്നെ ഈമാനും. നബിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് സിദ്ദീഖ് എത്തി. അനസ് റളിയല്ലാഹു പറയാണ്, ഒരാൾ എന്നോട് നബിയുടെ മുഖം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ നോക്കിയിട്ടില്ല. രണ്ട് കാറ്റഗറി സ്വഹാബികളാണ്. ഒരു കാറ്റഗറി എന്താണ്? ഒരു കാറ്റഗറി നബിയെ നോക്കലാണ്. അതിന്റെ നേതാവ് സിദ്ദീഖാണ്. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പറഞ്ഞു എന്ന് പറയുമ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ മുഖത്തേക്ക് നോക്കലാണ്. ഇനി അനസിലേക്ക് വരി. അനസ് പറയാണ്, ബഹുമാനം കൊണ്ട് പേടി കൊണ്ട് നബിയുടെ മുഖത്തേക്ക് നോക്ക. ഇജ്ലാലി പറഞ്ഞ തല്ലോന്ന് പേടിയല്ല, അത് അങ്ങോട്ട് നോക്കി എന്റെ കണ്ണ് കരിഞ്ഞു. ഈ സഹാബി 10 കൊല്ലം റസൂലുള്ളാഹിന്റെ ഖാദിമ. ഇന്ന് മുതൽ ഇന്ന് വരെ എന്നാണോ പുണ്യ റസൂലിൽ മദീനയിലേക്ക് വന്നത് അന്ന് മുതൽ പുണ്യ റസൂൽ വഫാത്താവുന്ന ദിവസം വരെയും റസൂലുള്ളാഹിന്റെ ഖാദിമാണ് ആര്? അനസ്. ആ അനസ് പറയാണ്, എനിക്ക് മുഖം വർണ്ണിക്കാൻ പറഞ്ഞാൽ എനിക്കിപ്പോ കഴിയൂല. 100 വയസ്സായിട്ട് മരിക്കണത്. അപ്പോഴും പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുഖത്തേക്ക് ഇങ്ങനെ തടവി, ഇപ്പോഴും എനിക്ക് അവിടുന്നാണ് സുഗന്ധം വരുന്നത്. അപ്പോഴത്തിന് 80 കൊല്ലം കഴിയുന്നു. ഇവിടുന്ന് എനിക്ക് സുഗന്ധം വരുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് സുഗന്ധം ഇങ്ങനെ കാറ്റ് അടിച്ചിങ്ങനെ വീശും ഇവിടുന്ന്. കാരണം ഈ കവളത്ത് ആര് തലോടിയിട്ടുണ്ട്? റസൂൽ മുസ്തഫ. പറഞ്ഞാൽ എനിക്ക് കിട്ടൂല, പറയാൻ എനിക്ക് കഴിയൂല, കാരണം ഞാൻ നോക്കിയിട്ടില്ല. നോക്കുന്ന മക്കാമിലേക്ക് ആരെത്തി? സിദ്ദീഖ് എത്തി. സിദ്ദീഖിന് കണ്ണെടുക്കാൻ കഴിയണില്ല. ഇവരാരാ? ഇവരെങ്ങനെ വിട്ടിയാന്ന് അറിയണത്? ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. ലോകത്തെ ഏറ്റവും വലിയ മുത്തഖീങ്ങൾ അവരാന്ന് ഖുർആനിലില്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാർ അവരാന്ന് ഖുർആനിലില്ലേ? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. ലോകത്തെ ഏറ്റവും മധ്യ സമൂഹം അവരാണ്. കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല. വകദാലിക ജഅൽനാകും. നമ്മളെ പറ്റി അവർക്ക് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ആരാണോ അപ്പോൾ ഇരിക്കുന്നത്? ഏതൊരു ജനതയാണ്? ആ ജനതയിലേക്കാണ് പറഞ്ഞത്. വകദാലിക ജഅൽനാകും